ഇത്രയൊക്കെ ആയ സ്ഥിതിക്കേ നമുക്ക് നേരിട്ട് വെച്ച് കാര്യം ചോദിച്ചാലോ? എനിക്ക് ലൈസൻസ് കിട്ടുമല്ലായി പോകും. ശരിയാണ്, ഇപ്പൊ അവളത് ചോദിക്കണ്ട. പക്ഷെ പിന്നെ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, ഇതൊന്നും വെച്ചിട്ടിരിക്കാൻ പറ്റില്ല. നിങ്ങളൊക്കെ സംശയിച്ച കറക്റ്റാണ്. അവക്കൊരു കാമുകനുണ്ട്. എങ്ങനെ മനസ്സിലായി? തെളിവ്. എന്തോ തെളിവാ? അയ്യോ, നോക്ക് 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 നോക്ക്. മുഖം കണ്ടൂടാ. ഇപ്പൊ എന്തിനാ ഹെൽമെറ്റ് വെച്ചോണ്ടിരിക്കണേ? ഇങ്ങനെയാണ്. ഇത് കളിപ്പന്നെ കാന്താരിയാണെന്ന് തോന്നുന്നു. അത് കരിപ്പ് വഴി കാന്താരി. ഓ, കാന്താരി നമ്മുടെ റിങ്കി. ഓ മക്കളെ, തലയിൽ എന്തൊരു ഹെൽമെറ്റ് വെച്ചേക്കണം. ഓ, അവര് ഫുൾ ടൈം ഇങ്ങനെ ഹെൽമെറ്റ് വെച്ചോണ്ടാണ് നടക്കണേ. ഇവര് ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോ വരെ ഹെൽമെറ്റ് വെക്കും. ഇവരെ മുഖം ആരും ഇതുവരെ കണ്ടിട്ടില്ല. അതല്ല, ഇവള് മുഖം കാണാതെ എങ്ങനെ പ്രാമിച്ച്? അതെനിക്ക് അറിഞ്ഞൂടാ. ഈ ഹെൽമെറ്റ് ഇല്ലായിരുന്നെങ്കിലേ മോൻ കാണായിരുന്നു. മോൻ കണ്ടിട്ട് എന്തോന്ന് കെട്ടിച്ചൂടാ മോളെ? കെട്ടിച്ചൂടാല്ല, എന്നാലും ആളെ പറ്റി അറിയായിരുന്നല്ലോ. അറിഞ്ഞിട്ട് എന്തോന്നേ? അപ്പൊ അറിയണ്ടേ? ഓ, നില്ല നില്ല നില്ല, മിണ്ടായി അങ്ങോട്ട്. വേറൊരു സാധനം കൂടെ അതെന്തര്? അതുണ്ട്, അത് കേള്. ഇന്ന് സെപ്റ്റംബർ 28. ആദ്യമായി അവൻ എന്റെ മനസ്സിൽ കയറി കൂടിയ ദിവസം. എന്താണ് അവന് മാത്രം ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ആദ്യ കാഴ്ചയിൽ തന്നെ ഇവൻ എന്റെ മനസ്സിൽ വല്ലാതെ പതിഞ്ഞുപോയി. ഉറപ്പായും അവനില്ലാതെ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയാൽ ഞാനിതെന്റെ അച്ഛനോട് പറയും. വീട്ടുകാരുടെ സമ്മതത്തോടെ ഇവനെ ഞാൻ സ്വന്തമാക്കും. ഇത്തിരി തെളിവുകൾ നമുക്ക് കിട്ടിയല്ലേ, ഇനി അവളെ വെറുതെ വിടാൻ പാടില്ല. നമുക്ക് അതുകൊള്ളൂലല്ലേ. എനിക്കിത് കണ്ടിട്ട് സഹിക്കുന്നില്ല. ഞാൻ വല്ലതൊക്കെ വിളിച്ചോടെ. മണി, നീ വിളി. ഞാൻ വിളിക്കാം. റിങ്കി, ഇങ്ങോട്ട് വാ. ഓ, സ്ലോ മോഷൻ കാണിക്കണം. എന്തുവാടിത്? നിനക്കിത് എങ്ങനെ ചെയ്യാൻ സാധിച്ചു? നീ എന്നെ പറ്റി ആലോചിച്ചോ? ഇല്ലല്ലോ. വേണ്ട. പുലിനട വീട്ടിലെ അപ്പൂപ്പനെ പറ്റി ചിന്തിച്ചോ? ഇല്ലല്ലോ. വേണ്ട. മാമനെ പറ്റി ചിന്തിച്ചോ? അതും ഇല്ല. അതേ, നീ അച്ഛനെ പറ്റി ഓർത്തോടി. നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ചിന്നുവിനെ പറ്റി ഓർത്താ. ഇവളും ഉണ്ടല്ലോ. നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കാനും മാത്രം ഇവിടെ എന്ത് സംഭവിച്ചു? എനിക്കൊരു ഇഷ്ടം തോന്നി, അത് പറയാൻ വേണ്ടിയിട്ടാണ് രാവിലെ തൊട്ടേ ഞാൻ നിങ്ങളുടെ പുറകെ നടക്കുന്നത്. കുളിക്കാൻ നേരത്ത് ഹെൽമെറ്റ് പോലും ഊരാത്തവനാണ് എനിക്ക് പ്രാപിക്കാൻ തോന്നിയത്. എന്തോന്ന് റിങ്കി, ഈ വൃത്തിയായിട്ട് നിനക്ക് കിട്ടുമോ റിങ്കി? അയ്യോ, ആക്ച്വലി എനിക്ക് ഇതിനെയല്ല ഇഷ്ടപ്പെട്ടത്. പിന്നെ വേറെയും കഥാപാത്രങ്ങളുണ്ടല്ലേ? ആർക്ക് വേണോടി? അച്ഛാ, മക്കളെ, തലയിൽ വെച്ച പേനരിക്കും താഴെ വെച്ച ഉറുമ്പരിക്കുന്നു പറഞ്ഞല്ലേടി നിന്നെ ഞങ്ങൾ വളർത്തിയത്. നീ ഞങ്ങളോട് ഇത് ചെയ്യണമായിരുന്നാ? അയ്യോ, എല്ലാരും കൂടി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എവിടെ എനിക്ക് ഇഷ്ടം തോന്നിയത് ഈ ചെക്കനോടല്ല, പിന്നെ ഇതൊരു മോഡലാണ്. ഈ ചെക്കന്റെ അടുത്ത് നിൽക്കുന്ന ബൈക്കിനെ കണ്ടോ? ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയൂലേ, എനിക്ക് ഈ ബൈക്കിനോടാണ് ഇഷ്ടം തോന്നിയത്, അല്ലാതെ ഈ പയ്യനോടല്ല. ബൈക്കിനോട്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൾ അങ്ങനെയൊന്നും പോണ കുട്ടിയല്ല എന്ന്. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ അവൾക്ക് പ്രാമൊന്നും കാണൂല. ഓ, ഞാൻ അവിടെ നിൽക്കില്ലേ, ഞാൻ പോണം. മണി മക്കളെ, ഇവരെല്ലാരും പലതും നിന്നെ പറ്റി പറഞ്ഞപ്പോ അമ്മ വിശ്വസിച്ചില്ല. അമ്മയ്ക്ക് സത്യമായിട്ട് നിന്റെ നല്ല വിശ്വാസമായിരുന്നു. നീ ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇവളുണ്ടല്ലോ, ഇവളാണ് ഇതിന് എല്ലാത്തിനും കാരണം. ഇവൾ എന്തെന്നറിയോ? നീ ബൈക്കിനെ പറ്റി എഴുതി വെച്ചിരുന്നില്ലേ, അതെല്ലാം ഏതോ ചെറുക്കനെ പറ്റി എഴുതി വെച്ചതാണെന്ന് പറഞ്ഞ് ഞങ്ങളെ വായിച്ച് കേൾപ്പിച്ചു. സത്യം. അപ്പൊ ഇതിന്റെ ഒക്കെ പുറകെ നീ ആയിരുന്നല്ലേ? നിനക്കുള്ളത് ഞാൻ വച്ചിട്ടുണ്ടടി. നീ മിണ്ടരുത്. അച്ഛാ, അച്ഛാ, എനിക്ക് ബൈക്ക് വാങ്ങിച്ചു തരൂ. ഇത് അച്ഛൻ വാങ്ങിച്ചു തരാം. സീരിയസ്ലി വാങ്ങിച്ചു തരൂ? എപ്പോ വാങ്ങിച്ചു തരും? അത് അച്ഛൻ വിഷുവിന് വാങ്ങിച്ചു തരാം. പിന്നെ മണി, ഞാൻ രാംകുമാർ സാറിനെ ഒന്ന് വിളിക്കട്ടെ. വെറുതെ ടെൻഷൻ അടിച്ചു. വിഷുവിന് വാങ്ങിച്ചു തരുമല്ലേ? അച്ഛൻ ഏത് വിഷുവിനെന്ന് പറഞ്ഞില്ലല്ലോ. എല്ലാ വർഷവും വിഷു വരും, ഓണം വരും. എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. നീ നോക്കിയിരുന്നപ്പോ കിട്ടും. നീയേ കൂടുതലിടന്ന് അങ്ങ് ചിരിക്കണ്ട. നീയാണ് ഇതിനൊക്കെ പിന്നിലല്ലേ? നിനക്കുള്ള 8ന്റെ പണി ഞാൻ വച്ചിട്ടുണ്ടടി. നീ കണ്ടോ? കാണാം.
കോണോടി കോണം